എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ എക്കണോമിക്സിന്റെ സിലബസ് വൈസ് ആയിട്ട് എക്കണോമിക്സ് ആണല്ലേ ഇപ്പോൾ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്? ഇന്ത്യയിലെ സാമ്പത്തിക രംഗം ഏതാണ്? ഇന്ത്യ സാമ്പത്തിക രംഗം കഴിഞ്ഞു, പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞു, പ്ലാനിംഗ് കമ്മീഷൻ കഴിഞ്ഞു, നീതി ആയോഗ് കഴിഞ്ഞു അല്ലേ, പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ കഴിഞ്ഞു, കാർഷിക വിളകൾ കഴിഞ്ഞു, ധാതുക്കൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് ധാതുക്കൾ എന്നത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് അവിടെ എന്തായി പഠിച്ച പോലെയായി. ഹരിത വിപ്ലവം ഇതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എടുക്കാനുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പുറമെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്കുകളാണ് നികുതികൾ വരുന്നുണ്ട്. ഏതാണ്? നികുതികൾ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതുപോലെ GST ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, കേരളം ഭരണ സംവിധാനമൊക്കെ സിലബസ് ആ മൊഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള SCERT ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതും SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാതും അതും എന്താ ഒരു മാരത്തോൺ ആക്കിയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് നികുതികൾ എന്നതാണ്. ഒക്കെ ടാക്സസ് അല്ലേ, പ്രത്യക്ഷ നികുതികൾ, പരോക്ഷ നികുതികൾ, അതുപോലെ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ് അല്ലേ, പിന്നെ GST ഇതാണ്. ഇങ്ങനെ 4 നികുതികളിൽ വരുന്നത്. GST നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് നികുതികളിൽ ഏതൊക്കെയാണ്, എന്താണ് നികുതികൾ, എന്താണ് സർക്കാരിന് എങ്ങനെയാണ് നികുതിയിൽ നിന്നും വരുമാനം ലഭിക്കുന്നത്, പ്രത്യക്ഷ നികുതി ഏതാണ്, പരോക്ഷ നികുതി ഏതാണ്, എന്താണ് വാറ്റ്, മൂല്യവർദ്ധിത നികുതി, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. അതുപോലെ തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. പഠനത്തിന്റെ ഏറ്റവും മൂല്യമേറിയ ഭാഗം ഏത്? നമ്മൾ കേരള PSC പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, നമ്മളവിടെ എന്ത് പഠിച്ചു എന്നല്ല അല്ലെ, നമ്മൾ എങ്ങനെ പഠിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം ആരോട് ഉത്തരം നൽകേണ്ടത്? സ്വന്തമായിട്ട് അവനവന് തന്നെ ഉത്തരം നൽകേണ്ടത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. LDC നിലവാരത്തിലും LGS നിലവാരത്തിലെയും 22 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് 2023 നടന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് ഇഷ്ടംപോലെ +1 +2 തല എക്സാമും ഡിഗ്രി തല എക്സാമിന്റെയും 2022 2021 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നല്ലൊരു മാർക്ക്, നല്ല നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും ഉയർന്ന സ്കോർ ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് ഈ രീതിയിലുള്ള പഠനം നമുക്ക് സഹായിക്കും. പിന്നെ നമ്മൾ ഞാനിത് ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, നമ്മൾ ഏത് യൂട്യൂബ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ ഒക്കെ, അപ്പം നമ്മുടെ ചാനലാണെങ്കിലും അത് വേറെ ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും ഏതൊരു പെയ്ഡ് ക്ലാസ് ആണെങ്കിലും ശരി, അവനവൻ്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പഠനവും അവനവൻ്റെ കാഴ്ചപ്പാടുകൾ, അവനവൻ്റെ പഠനത്തിലേക്കുള്ള നീക്കിവെപ്പ്, ഇതേ പരീക്ഷയിൽ മുൻതൂക്കം എന്താണ് മുന്നിൽ എത്തിക്കോളും. അല്ലാതെ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനലോ നമ്മളെല്ലാ ക്ലാസ്സുകളും ഇടും ഒക്കെ വ്യക്തമാക്കിയിട്ടിട്ട് ഞാൻ ഇവിടെ ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്, ഓരോ ക്ലാസ്സും ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പോയിന്റ് ഇട്ടാൽ മതി, അങ്ങനെയെങ്കിൽ അങ്ങനെ വ്യൂസ് കിട്ടും, അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ ഓരോ ക്ലാസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഒരു പെയ്ഡ് ക്ലാസ്സിൽ കിട്ടുന്ന അതേ നോട്ട്സാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, ഞാൻ പഠിക്കുന്നു, അതിന് നമ്മൾ റെഫർ ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്കൗട്ട് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുന്നത്. അതും ആദ്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠിക്കുക, ടൈമൊന്നും വേസ്റ്റ് ആക്കാതെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഈ നികുതികളിൽ പഠിക്കാനുള്ളത് പൊതുവരുമാന മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് പഠിക്കണം, നികുതി എന്താണ് പഠിക്കണം, അതുപോലെ വാറ്റ് എന്താണെന്നുള്ളത് പഠിക്കണം. ക്ലാസ്സിലേക്ക് പോകാം. പൊതുവരുമാന മാർഗങ്ങൾ എന്താണ്? പൊതുവരുമാന മാർഗം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വരുമാനമാണ്. എന്ത്? പൊതുവരുമാന മാർഗം. സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഈ പൊതുവരുമാനം 2 തരത്തിലുണ്ട്. എത്രയാണ്? 2 തരത്തില് പൊതുവരുമാനം നമ്മുടെ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഒന്ന് നികുതി വരുമാനവും, 2 നികുതിയേതര വരുമാനവും. ഒന്ന് നികുതിയിൽ നിന്നും ലഭിക്കും, പിന്നെ നികുതി അല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നതും എന്താണ് അത്. അപ്പോൾ ഒന്ന് നികുതി വരുമാനവും, 2 നികുതിയേതര വരുമാനവും. ഇനി നമുക്ക് ഈ നികുതിയെ കുറിച്ചിട്ട്, ടാക്സിനെ കുറിച്ചിട്ട് പ്രാചീന ഇന്ത്യയിലെ കൃതികളാണ്. ഒന്ന് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും. പ്രാചീന ചരിത്രത്തില് നമ്മുടെ ഇന്ത്യൻ കൃതികളാണ് ടാക്സിനെ കുറിച്ച്, നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മനുസ്മൃതിയും അർത്ഥശാസ്ത്രവുമാണ്. അതുപോലെ പ്രാചീന കാലത്ത് ഈ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ, ആ ഇറക്കുമതിക്ക് ചുമത്തിയിരുന്ന നികുതിയാണ് ഏത്? വർധനം എന്ന് പറയുന്നത്. പ്രാചീന കാലത്ത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് അതിന് ഇറക്കുമതിക്ക് ഒരു നികുതി ഏർപ്പാടാക്കും അല്ലേ, ആ ഇറക്കുമതി നികുതിനെയാണ് എന്ത് പറയുന്നത്? വർധനം എന്ന് പറയുന്നത്. അപ്പൊ വർധനം ഏത് വിഭാഗത്തിൽ പെടുന്നു? അങ്ങനെയൊക്കെ വരാം. നികുതിയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു. വർധനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറക്കുമതി, ഇമ്പോർട്ടന്റ് ടാക്സ് ആണ്.
പൊതുവരുമാന മാർഗം എന്താന്ന് അത് മനസ്സിലായല്ലോ. ആ ഭാഗം ഓക്കെ ആക്കിയിട്ട് വേണം അടുത്തതിലേക്ക് പഠിക്കാൻ കേട്ടോ. ഇനി നികുതികള് 2 തരമുണ്ട്. ഒന്ന് പ്രത്യക്ഷ നികുതിയും 2 പരോക്ഷ നികുതിയും. ഓക്കെ, അതില് ഒന്ന് നമുക്ക് ഇത് വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എപ്പോഴും ഒരു ഭാഗം ഒരു മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഷുവർ ആണ്. എന്താണ് പ്രത്യക്ഷ നികുതി, എന്താണ് പരോക്ഷ നികുതി? പ്രത്യക്ഷം പറയുമ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന നികുതി അല്ലേ. പരോക്ഷം പറയുമ്പോൾ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്? നികുതി ചുമത്തപ്പെടുന്ന ആള്, അതായത് എന്റെ മേലെ ഒരു നികുതി ചുമത്തി, ഞാൻ എന്ത് ചെയ്യാണ്, അത് നേരിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നികുതി നൽകുകയാണ്. അതിനെയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ ഒരാളെ ഞാൻ ഇപ്പൊ എന്നെ ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കുക, ഞാൻ നിങ്ങളുടെ മേലെ ഒരാളുടെ മേലെ നികുതി ചുമത്തുകയാണ്. നികുതി ചുമത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നികുതി നേരിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് അടയ്ക്കുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ചുമത്തപ്പെടുന്ന ആള് നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണങ്ങൾ വ്യക്തമായി പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് ഒക്കെ ഒരു ലെവൽ ആയിരിക്കില്ല ആ സമയത്ത്. പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷൻ വരാതെ പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു നികുതി നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അത് പരോക്ഷ നികുതിയാണെന്നുള്ളത് കേട്ടോ. ആദായ നികുതി ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ജോലി കിട്ടിയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ നല്ല ശമ്പളം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, വേറൊരാൾക്കാണ് കൊടുക്കുക? ഇല്ല, നമ്മൾ ഡയറക്റ്റ് തന്നെ എന്ത് ചെയ്യണം, അടയ്ക്കണം അല്ലേ. അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ എന്ത് ചെയ്യും, ഉദാഹരണം പോലെ മനസ്സിലാക്കി വെക്കുക. കെട്ടിട നികുതി, ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുണ്ട്, നമ്മുടെ വീട്ടിന് നികുതി അടയ്ക്കണ്ടേ. നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് നികുതി അടയ്ക്കും അല്ലേ. അത് എന്താണ്, പ്രത്യക്ഷത്തിലൂടെ നികുതി. അത് എല്ലാവരും കാണുന്നുണ്ട് അല്ലേ. പിന്നെ കോർപ്പറേറ്റ് നികുതി. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് നികുതി? വാഹന നികുതി, നമുക്കൊരു വാഹനം ഉണ്ടെന്ന് വെക്കാം, നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ. കാറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരില്ലേ. അപ്പൊ എന്താണ്, അത് നേരിട്ട് കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നതല്ലേ. അതൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇരുന്ന് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം പരോക്ഷ നികുതിക്ക് ഉദാഹരണം കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഭൂനികുതി, നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്ന് വെക്കുക, നമ്മൾ ടാക്സ് അടയ്ക്കണ്ടേ, ഇപ്പോൾ ഒരു വില്ലേജ് ടാക്സ് അടിക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം, ഭൂനികുതി. അത് നമ്മൾ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യും, ആ വർഷം നമ്മൾ എന്ത് ഇത്ര പറഞ്ഞത് ടാക്സ് അടച്ചു വെക്കും അല്ലേ. ഇനി രണ്ടാമത് നോക്കിയേ, എന്താണ് പരോക്ഷ നികുതി? നികുതി ചുമത്തപ്പെടുന്ന ആള്, അതായത് എന്റെ മേലെ ഒരു നികുതി ചുമത്തിയിട്ടുണ്ടെങ്കിൽ നികുതി പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി. അപ്പൊ എന്റെ മേലെ നികുതി ചുമത്തിയിട്ടുണ്ടെന്ന് വെക്കാം. അപ്പൊ നികുതി ചുമത്തപ്പെടുന്ന ആള് എന്ത് ചെയ്യാണ്, നികുതി ഒന്നുമില്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ എനിക്ക് പകരം വേറൊരാൾ എന്ത് ചെയ്യണം, അത് അടയ്ക്കേണ്ടി വരുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഉദാഹരണം, എക്സൈസ് നികുതി, വിനോദ നികുതി. ഇപ്പൊ വിനോദ നികുതി ഞാൻ പറയട്ടെ. ഉദാഹരണം, ഇപ്പൊ നമ്മളെ ടൂറ് പോകണില്ലേ, ടൂറ് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു കുമരകം നമ്മൾ പോകണമെന്ന് വെക്കുക. ഇപ്പൊ അവരെന്ത് ചെയ്യും, അവരാണ് അവിടെ ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, അവര് എന്താണ്, അവിടെ വരുമാനത്തിനനുസരിച്ച് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അത് അവര് ഈടാക്കുന്നുണ്ട് അല്ലേ. നമ്മൾ അവിടെ പോയിട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ഫീസ് കാര്യങ്ങളിൽ എന്ത് ചെയ്യും, ഈ ടാക്സ് അടക്കം ചേർത്തിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അവർ പൈസ വാങ്ങിക്കുന്നുണ്ടാവുക അല്ലേ. പക്ഷെ നമ്മുടെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പൈസ ചുമത്തപ്പെടുന്നത് അല്ലെ. നമ്മളാണ് ഈ ടാക്സിന്റെ പൈസ കൊടുക്കുന്നത്. പക്ഷെ അടയ്ക്കുന്നത് ആരാണ്, ആ കുമരകം എന്താണ് അവരായിരിക്കും, ആ ഉടമസ്ഥരായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് അടയ്ക്കുന്നത്. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കുക. ഇനി വിൽപ്പന നികുതി. ഇപ്പൊ ഒരു സാധനം നമ്മളൊരു കടയിലേക്ക് പോയിണ്ടാകുന്ന വെക്കും, നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോവുകയാണ് അല്ലെ. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ സാധനത്തിനുള്ള ടാക്സ് നമ്മളാണോ കൊടുക്കുന്നത്? അല്ല അല്ലെ. നമ്മൾ അതില് നമ്മുടെ ബില്ലിൽ ഉണ്ടാവും GST, ആ ടാക്സ്, ഈ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അടയ്ക്കുന്നത് ആരാണ്, നമ്മളാണ്. പക്ഷെ ആ ടാക്സ് കൊടുക്കുന്നത് അവിടെ ആരാണ്, ആ വിൽപ്പന, അതായത് ആ കച്ചവടക്കാരനായിരിക്കും ആ ടാക്സ് അവിടെ കൊടുക്കപ്പെടുന്നത് അല്ലെ. അതുപോലെ സേവന നികുതി, ഇതൊക്കെ എന്തിനാണ്, പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. മറക്കരുത്, എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി, സേവന നികുതി. ഫസ്റ്റ് നമ്മൾ പൊതുവരുമാന മാർഗം എന്താണ് എന്നും മനസ്സിലാക്കി. ആ ഒരു ഭാഗം ആദ്യം പക്കയാക്കിയിട്ട് വരിക. എന്നിട്ട് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ആ ഭാഗം കറക്റ്റ് ചെയ്യുക. അല്ലാതെ അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർത്തിട്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പറഞ്ഞിട്ട് ഓടരുത്. പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആ ടോപ്പിക്ക് ഈ ടോപ്പിക്ക് 1 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, അത്രയും റിവിഷൻ ചെയ്യുക. 3 4 പ്രാവശ്യം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും റിവിഷൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടിയിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാം. പിന്നെ മന്ത്ലി റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇനി അവിടെ നമ്മൾ ആ 2 ഓർഡർ ആക്കി പഠിച്ചു. ഇനി നമുക്ക് ഇത് അതേപോലെ ഓർഡർ ആക്കി പഠിക്കണം. ഓക്കെ, എന്തൊക്കെയാണ്, 1 2 ഇത് 3 ഇവിടെ ഓർഡർ ആക്കി പഠിക്കാം. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളും സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയും, ഇത് ഇവിടെ ഈ 3 കംപ്ലീറ്റ് ആക്കണം കേട്ടോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കേന്ദ്രത്തിലേക്ക് തന്നെ പോകാം. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് CGST പറയുമ്പോൾ സെൻട്രൽ GSTയും പിന്നെ ആദായ നികുതി,
കോർപ്പറേറ്റ് നികുതി, CGST, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഇതൊക്കെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ്. ആദായ നികുതി ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. അതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് CGST, ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം, ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഓൾ പ്രീവിയസ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ നികുതിയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ് കേട്ടോ. അതുപോലെ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേറ്റ് GST അല്ലേ? ഇവിടെ സെൻട്രൽ GST, ഇവിടെ SGST, അതായത് ഏതാണ്? SGST, സ്റ്റേറ്റ് GST. പിന്നെ വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, പിന്നെ ഭൂനികുതി, ഇതൊക്കെ എന്താണ്? സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിൻ്റെയാണ്. ഇനി അടുത്തത്, ഇനി സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ചോദിച്ചാൽ GST ആണ് കേട്ടോ. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും, അതായത് നികുതിയിൽ നിന്ന് ഏത് നികുതിയിൽ നിന്നാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് GSTയിൽ നിന്നാണ്. GST അത് ഇപ്പോഴാണ് കേട്ടോ GST ആയിട്ട് മാറിയത്. ഓക്കെ, ആദ്യം ഏതായിരുന്നു? വിൽപ്പന നികുതിയായിരുന്നു. അതായത് ഈ GST നിലവിൽ വരുന്നതിന് മുമ്പ് ആദ്യം സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്നത് വിൽപ്പന നികുതിയിൽ നിന്നായിരുന്നു. ഇപ്പൊ അത് GST ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയാണ് കെട്ടിട നികുതി. നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി, നമ്മൾ വീട്ടിന്റെ ടാക്സ് അടയ്ക്കാൻ പോകുന്നതും. അതുപോലെ വിനോദ നികുതി, പരസ്യ നികുതി, തൊഴിൽ നികുതി. ഓക്കെ, അപ്പൊ നമ്മൾക്കൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് ഒക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അതിനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ അല്ലേ. കെട്ടിട നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, തൊഴിൽ നികുതി, ഇതൊക്കെ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതിൽ നിന്നാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് കെട്ടിട നികുതിയിൽ നിന്നാണ് കേട്ടോ. കെട്ടിട നികുതിയിൽ നിന്നാണ് കൂടുതൽ വരുമാന മാർഗം. കേന്ദ്ര ഗവൺമെന്റ് ആകുമ്പോൾ അവിടെ കോർപ്പറേറ്റ് നികുതിയും, സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം GSTയിൽ നിന്നും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏതാണ്? കെട്ടിട നികുതിയിൽ. കേന്ദ്ര ഗവൺമെന്റിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കാക്ക വരുന്നത് കണ്ടോ? കാ ഇവിടെയും ഏത് വരുന്നുണ്ട്? കാ. കണ്ടോ? ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിനും ഏതാണ്? കാ. കണ്ടോ? കോർപ്പറേറ്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കാ വരുന്നതാണ്. ഏതാണ്? കെട്ടിട നികുതിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് മാത്രം GST ആണ്. സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ് കേട്ടോ. സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം. ഇനി നമുക്ക് അതങ്ങനെ ജോൺ മത്തായി, KRK മേനോൻ, വിജയ് ഗേൽക്കർ കമ്മിറ്റി, രാജാ ചെല്ലൈ കമ്മിറ്റി ഒക്കെ പ്രീവിയസ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. എന്താണ് 1954 വന്ന ജോൺ മത്തായി കമ്മീഷൻ? എന്താണ് കമ്മീഷൻ പറയുന്നത്? നികുതികളെ കുറിച്ച് പഠിക്കാൻ. ഏതാണ്? നികുതികളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയില്, എവിടെയാണ്? സ്വതന്ത്ര ഇന്ത്യയില് നികുതികളെ കുറിച്ച് പഠിക്കാനായി ആദ്യമായി നിയോഗിക്കപ്പെട്ട ടാക്സേഷൻ എൻക്വയറി കമ്മീഷന്റെ തലവനാണ് ജോൺ മത്തായി. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ നികുതികളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ആദ്യമായി നിയോഗിക്കപ്പെട്ട ടാക്സേഷൻ എൻക്വയറി കമ്മീഷന്റെ തലവനാണ് ജോൺ മത്തായി. 1954. അടുത്തത് KRK മേനോൻ. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് അദ്ദേഹം ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ അംഗമായിരുന്ന മലയാളിയാണ് കേട്ടോ. ഇവിടെ പറഞ്ഞില്ലേ 1954 ജോൺ മത്തായി കമ്മീഷൻ നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ തലവൻ ജോൺ മത്തായി പറഞ്ഞില്ലേ, അതിലൊരു മലയാളി ഉണ്ടായിരുന്നു, KRK മേനോൻ. അദ്ദേഹം കേന്ദ്രത്തിലെ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു. KRK മേനോൻ മറക്കരുത്, മലയാളിയാണ് കേട്ടോ. ചോദ്യം വന്നാൽ റാങ്ക് മേക്കിംഗ് ആയിരിക്കും, വാങ്ങിക്കണം. അടുത്തത് വിജയ് ഗേൽക്കർ കമ്മിറ്റി പ്രത്യക്ഷ പരോക്ഷ നികുതികളാണ് കേട്ടോ. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ആണ് കേട്ടോ. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഇത്? ഗേൽക്കർ കമ്മിറ്റി. ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വിജയ് ഒരു പേര്, ഗേൽക്കർ ഒരു പേരായിട്ട് കണക്കാക്കാം കേട്ടോ. വിജയ് 2 പേരില്ലേ ഇവിടെ? ഇത് ക്ലൂ ആണ് കേട്ടോ. വിജയും ഗേൽക്കർ, അതായത് നമ്മൾ ഈ ഇപ്പൊ ഇതിലത്തെ 4 പേരുകൾ തന്നിട്ട് ഇതിൽ ഏതിനെ കുറിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ. ഇവിടെ 2 പേരുണ്ടല്ലോ. അപ്പൊ വിജയ്ക്ക് ആര് കൊടുക്കുക? പ്രത്യക്ഷം കൊടുക്കുക. ഗേൽക്കറിന് എന്ത് കൊടുക്കുക? പരോക്ഷം കൊടുക്കുക കേട്ടോ. അപ്പൊ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ വിജയ് ഗേൽക്കർ കമ്മിറ്റി. ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയിലെ നികുതി കുറിച്ച് പഠിക്കാനും വിജയ് ഗേൽക്കർ കമ്മിറ്റി പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാനുമാണ് നിലവിൽ വന്നത്. അടുത്തത് രാജാ ചെല്ലയ്യ കമ്മിറ്റി. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നികുതികളെ എന്ത് ചെയ്യണം? ഒന്ന് പരിഷ്കരിക്കണം.
പരിഷ്കരിക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നികുതികളെ എന്ത് ചെയ്യാനാണ്? പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പരിഷ്കരിക്കാൻ. ഇത് ജോൺ മത്തായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. രാജാ ചെല്ലയ്യ കമ്മിറ്റി ഇന്ത്യയിലെ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ രാജാ ചെല്ലയ്യ കമ്മിറ്റി. ഇനി ആദായ നികുതി വകുപ്പ്. നമ്മുടെ ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1962 ഏപ്രിൽ 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ആദായ നികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ മാസം 1 നികുതികളെ കുറിച്ചിട്ട് ഏതിലാണ് അനുച്ഛേദം? ഭരണഘടനയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് അനുച്ഛേദത്തിലാണ് നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 265 കേട്ടോ, 265. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈയാണ്. നമ്മുടെ ഇന്ത്യയിൽ കണക്കാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നികുതികൾ അടയ്ക്കുന്നത് ഏതാണ്? മുംബൈയിലുള്ളതാണ്, മുംബൈ പട്ടണത്തിനാണ്, മുംബൈ പട്ടണം. ഇനി നമ്മുടെ വാണിജ്യ കുത്തകൾ. നമ്മുടെ ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാൻ വേണ്ടി പുറപ്പെടുവിച്ച ആക്ട് ആണ് MRTP ആക്ട്. നമ്മുടെ ഇന്ത്യയിൽ വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനുള്ള ആക്ട് ആണ് MRTP ആക്ട്. മോണോപ്ലൈസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969. വാണിജ്യ കുത്തകളെ നിയന്ത്രിക്കാനുള്ള ആക്ട് ആണ് MRTP ആക്ട്, മറക്കരുത്. ഇനി പാലം, റോഡ് അല്ലെ എന്നിവയിലൂടെ ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതിയാണ് ഏത്? ടോൾ പിരിവ്. നമ്മൾ ടോൾ പിരിവ് കൊടുക്കാറുണ്ടല്ലേ, അതും എന്താണ്? ഒരു ടാക്സ് ആണ്, പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന്. ഇനി ഒക്ട്രോയ് എന്താണ്? നഗരങ്ങളിൽ അല്ലെ, നഗരങ്ങളിൽ എന്ത് ചെയ്യാണ്? സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ 1954 നികുതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജോൺ മത്തായി തലവനായിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചത്. അതിൽ മലയാളിയായിരുന്നു KRK മേനോൻ. വിജയ് ഗേൽക്കർ 2 പേരുണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയെ കുറിച്ച് പഠിക്കാനാണ്. നികുതികളുടെ പരിഷ്കരണത്തെ കുറിച്ചിട്ടാണ് രാജാ ചെല്ലയ്യ കമ്മിറ്റി നിലവിൽ വന്നത്. ആദായ നികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1 നികുതികളെ കുറിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗം അനുച്ഛേദം 265. ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈ ആണ്. വാണിജ്യ കുത്തകകളെ നിയന്ത്രിക്കാനുള്ള ആക്ട് ആണ് MRTP ആക്ട് 1969. റോഡിലൂടെയും പാലങ്ങളിലൂടെയും ഒക്കെ പോകുന്ന സമയത്ത് ഈടാക്കുന്ന നികുതിയാണ് ടോള്. നഗരങ്ങളിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ്. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് ക്ലാസ്സിൽ തന്നെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനി ടാക്സിന്റെ റേറ്റ് കൂടുതൽ, അതായത് ടാക്സ് റേറ്റ് കൂടുതൽ, നികുതി നിരക്കുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏത്? നികുതി നിരക്ക് കേട്ടോ, ഏറ്റവും കൂടുതൽ നികുതി നിരക്ക് ഉള്ള രാജ്യമാണ് ബെൽജിയം. ഇനി ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ജപ്പാനാണ് കേട്ടോ. എന്താണ്? ജപ്പാനാണ്. ഇത് ഓക്കെ. ഏതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ബെൽജിയമാണ്. പക്ഷേ ഏഷ്യയിൽ കണക്കെടുക്കുന്ന സമയത്ത് അത് അവിടെ ജപ്പാനാണ്. ഇനി കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് ഏത്? കസ്റ്റംസ് നികുതി കേട്ടോ. കയറ്റുമതിയിലും എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും അങ്ങനെ സാധനങ്ങളുടെ മേലാണ് ഏത്? കസ്റ്റംസ് നികുതി. നമുക്ക് കോർപ്പറേറ്റ് നികുതി, കസ്റ്റംസ് നികുതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈടാക്കുന്നത്, ഏത് സന്ദർഭങ്ങളിലാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ കെട്ടിട നികുതി, ഭൂനികുതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ വാക്കിൽ തന്നെ എടുക്കാം അല്ലെ. അപ്പൊ കസ്റ്റംസ് പറയുമ്പോൾ എന്താണ്? കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ നികുത്തുന്നതാണ് ഇത് കസ്റ്റംസ് നികുതി. ഭൂനികുതി നമ്മൾ അടയ്ക്കേണ്ടത് എവിടെയാണ്? ഇത് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ കേട്ടോ, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. നമുക്ക് പെട്ടെന്ന് നമ്മൾ എവിടേക്ക് പോകും? ഭൂനികുതി എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലേക്ക് പോകും അല്ലേ? അല്ല കേട്ടോ, ഭൂനികുതി അടയ്ക്കുന്നത്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ, ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലാണ്. പിന്നെ തൊഴിൽ നികുതി, കെട്ടിട നികുതിയൊക്കെയാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വരുമാന മാർഗം ഏതാണ്? കെട്ടിട നികുതിയാണ് അല്ലേ. ഇനി വസ്തുനികുതി അടയ്ക്കുന്നത്, വസ്തുനികുതി തന്നെയാണ് ഏത്? കെട്ടിട നികുതി എന്ന് പറയുന്നത്. കെട്ടിട നികുതിയുടെ മറ്റൊരു പേരാണ് എന്ത്? വസ്തുനികുതി എന്നും പറയുന്നത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത രേഖയാണ് ഏത്? പാൻ കാർഡ് എന്ന് പറയുന്നത്. പാൻ കാർഡ് എന്ന് പറയുന്നത് ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിഗത രേഖയാണ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇനി എന്താണ് കാർബൺ നികുതി? മലിനീകരണം അല്ലെ, മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേലെ ഏർപ്പെടുത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യമാണ് ഈജിപ്റ്റ് കേട്ടോ. ആദ്യമായിട്ട് ഒരു നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ് ആണ്. ഇനി ന്യൂസിലൻഡ് ആദ്യമായിട്ട് കാർബൺ നികുതി നടപ്പിലാക്കിയ രാജ്യമാണ്
ഇത് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാർബൺ നികുതി നടപ്പിലാക്കി. ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ്. ആദ്യമായിട്ട് കാർബൺ നികുതി ഏർപ്പെടുത്തിയതാണ് ന്യൂസിലൻഡ്. ആദ്യമായിട്ട് ഉപ്പ് നികുതി, ആദ്യമായിട്ട് ഉപ്പ് നികുതി ഏർപ്പെടുത്തിയത് ഉപ്പ് നികുതി ചൈന. ന്യൂസിലൻഡ് കാർബൺ നികുതി ഇത് സാധാരണ ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയത് ഈജിപ്റ്റ് ആണ്. ഇനി കാർബൺ നികുതി എന്തിനാണ് വേണ്ടിയിട്ടാണ്? വ്യവസായ മലിനീകരണം നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മേലാണ് ഏത് കാർബൺ നികുതി ഏർപ്പെടുത്തുന്നത്. പഠിച്ചല്ലോ. നികുതി നിരക്ക് കൂടുതലുള്ള രാജ്യം ഏത് ചോദിച്ചാൽ ബെൽജിയമാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ജപ്പാനാണ്. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളുടെ മേൽ ഇറക്കുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. ഭൂനികുതി അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. തൊഴിൽ നികുതിയും കെട്ടിട നികുതിയും നമുക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടത് നമ്മൾ എവിടെയാണ്? പഞ്ചായത്തിൽ പോയിട്ടാണ് കേട്ടോ. അതുപോലെ തൊഴിൽ നികുതി കെട്ടിട നികുതി ഒക്കെ അടയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. വസ്തുനികുതി എന്ന് പറയുന്നത് തന്നെയാണ് ഇത് കെട്ടിട നികുതി എന്ന് പറയുന്നത്. ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിഗത രേഖയാണ് പാൻ കാർഡ് കേട്ടോ. പാൻ കാർഡിന്റെ ഫുൾ ഫോം എന്താണ്? പാൻ്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ. അടുത്തത് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, മൂല്യവർദ്ധിത നികുതി. എന്താണ് മൂല്യവർദ്ധിത നികുതി പറയുന്നത്? നമ്മളിപ്പോൾ 3 സെക്ഷൻ പഠിച്ചു, മറക്കരുത്. എന്താണ് പൊതുവരുമാന മാർഗം എന്ന് മനസ്സിലാക്കി. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു? പ്രത്യക്ഷ നികുതികളും പരോക്ഷ നികുതികളും എന്ത് എന്ന് പഠിച്ചു. പിന്നെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഓരോ നികുതി കുറിച്ചിട്ട് നമ്മൾ അതൊക്കെ എന്ത് ചെയ്തു? മനസ്സിലാക്കി വെച്ചു അല്ലേ. പിന്നെ എന്തൊക്കെ നികുതികളുണ്ട് അതൊക്കെ മനസ്സിലാക്കി. ഇനി വാറ്റാണ് പഠിക്കാൻ പോകുന്നത്. അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് അടയ്ക്കേണ്ട നികുതി. ഇപ്പൊ എനിക്കൊരു നികുതി അടയ്ക്കണമെങ്കിൽ എനിക്ക് തന്നെ എന്താണത്? സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി, അതായത് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ഈ വാറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് 1954 ഫ്രാൻസിലാണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ഫ്രാൻസിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ദക്ഷിണ ഏഷ്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി ഏർപ്പാടാക്കിയത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലാണ് കേട്ടോ. ഏഷ്യയാണ്. 1954 ഫ്രാൻസിലാണ് ആദ്യമായിട്ട് വാറ്റ് നടപ്പിലാക്കിയത്. ഏഷ്യയിൽ ആദ്യമായിട്ട് മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയിലാണ്. ഇനി മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് എപ്പോഴാണ്? 2005. ഇത് പ്രീവിയസ് ആണ്. 2005, അതായത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു അല്ലെ 2005. പിന്നെ നമ്മൾ 2005 വേറെ എന്ത് പഠിച്ചിട്ടുണ്ട്? ദേശീയ ദുരന്ത നിവാരണ നയം 2005. അതുപോലെ വാറ്റ് ഇപ്പൊ മാർക്കില്ലല്ലോ. എന്താണ്? ഒന്ന് RTI ആക്ട്, പിന്നെന്താണ്? പിന്നെ ഇത് പഠിച്ചു ദേശീയ ദുരന്ത നിവാരണ നയം 2005 ഇപ്പൊ നമ്മൾ വാറ്റും പഠിച്ചു അല്ലെ. ഇത് മൂന്നും എപ്പോഴാണ്? 2005 കേട്ടോ നിലവിൽ വന്നത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ വാറ്റ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയിലാണ് 2003. 2005 വാറ്റ് നിലവിൽ വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയിലാണ് 2003 ഏപ്രിലാണ്. ഇനി ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരു മോഡ് വാറ്റ് സമ്പ്രദായം ആരംഭിച്ചിട്ടായിരുന്നു 1986 കാലഘട്ടത്തിൽ. കേന്ദ്ര സർക്കാർ മോഡ് വാറ്റ് നികുതി സമ്പ്രദായം ആരംഭിച്ചത് 1986. ഈ മോഡ് വാറ്റിന് പകരം കൊണ്ടുവന്നതാണ് പിന്നീട് സെൻ വാറ്റ്, സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. മോഡ് വാറ്റിന്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സമ്പ്രദായമാണ് സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. പിന്നെ ഈ മൂല്യവർദ്ധിത നികുതിയെ എന്ത് ചെയ്തു? ഈ വാറ്റിനെ എന്ത് ചെയ്യാണ്? GSTയിൽ ലയിപ്പിച്ചു. 2017 ജൂലൈ 1 GSTയിൽ ലയിപ്പിച്ചു. അപ്പൊ വാറ്റ് എന്തൊക്കെ പഠിച്ചു? അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് വാറ്റ്. ആദ്യമായിട്ട് ഫ്രാൻസിലാണ് 1954 നടപ്പിലാക്കിയത്. ഏഷ്യയിൽ ആദ്യമായിട്ട് വാറ്റ് നടപ്പിലാക്കിയത് ദക്ഷിണ കൊറിയയിലാണ്. 2005 ഏപ്രിൽ 1 ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത്. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി 2005 ഏപ്രിൽ 1 നിലവിൽ വന്നത്. പക്ഷെ ഇവിടെ 1954 തന്നെ വന്നിട്ടുണ്ടല്ലോ ഫ്രാൻസിൽ. അതുകൊണ്ട് ഹരിയാന എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2003 തന്നെ വാറ്റ് അവിടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് മോഡ് വാറ്റ് സമ്പ്രദായം 1986 കൊണ്ടുവന്ന ഇതും ഒരു തരം നികുതിയാണ് കേട്ടോ. പിന്നീട് മോഡ് വാറ്റിന് പകരം കൊണ്ടുവന്നതാണ് സെൻ വാറ്റ്. പിന്നെ ഈ എല്ലാറ്റിനും കൂടി എന്ത് ചെയ്തു? വാറ്റിനെയൊക്കെ GSTയിൽ ലയിപ്പിച്ചു 2017 ജൂലൈ 1. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ക്ലാസ് എന്തായാലും നമുക്ക് എക്സാമിന് അവിടെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ക്ലാസ് ഇടുന്നത്.
അപ്പം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, റിവിഷൻ. എന്നെ നിങ്ങൾ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ താഴെ വന്ന് എന്ത് കമൻറ്റ് പറഞ്ഞാലും കൊണ്ടില്ല, ഞാൻ പറയേണ്ടത് പറയുന്ന ചെയ്യുക, റിവിഷൻ ചെയ്യുക. പ്ലീസ് റിക്വസ്റ്റ് ആണ് കേട്ടോ, റിക്വസ്റ്റ് ആണ്. എന്താണ്, ഞാൻ നേരിട്ട് നിങ്ങളുടെ ഫേസിൽ നിന്ന് വന്ന് പറയുന്നതായിട്ട് ഒരു അപേക്ഷിക്കാമെന്ന് കണക്കാക്കുക. എനിക്കിപ്പോൾ ഇത്രയും പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനൊരു എക്സാം എഴുതുന്ന വ്യക്തിയാണ്. അപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ നിങ്ങളെ ഞാൻ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരും അല്ലേ. പക്ഷെ അങ്ങനെ അല്ലല്ലോ, നമുക്കൊരു സത്യസന്ധത വേണ്ടേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ റിവിഷൻ ചെയ്യുക. മിക്കവരും പുതിയ നാളെ അടുത്ത ആഴ്ച റിവിഷൻ ചെയ്യാന്ന്, ഇനി അടുത്ത റിവിഷൻ ചെയ്യില്ലടോ, അതൊരു എന്താ പറയുക, നിങ്ങളുടെ ഭാഗമാക്കി മാറ്റുക. നിങ്ങൾ 2 ആഴ്ച അടുപ്പിച്ചിട്ട് റിവിഷൻ ഇരിക്കുമോ, നിങ്ങൾക്ക് പിന്നെ റിവിഷൻ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.